ഏതെങ്കിലും പ്രഗത്ഭനായ ശുശ്രൂഷകൻ ഒരു ശൈലിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് മറ്റു പലരും ഈ ശൈലി അനുകരിക്കാനായിട്ട് നോക്കുന്നു, അത് പരാജയപ്പെടുകയും ചെയ്യും. ശുശ്രൂഷയിലെ ഒരു പരാജയം ആത്മീയ ശുശ്രൂഷ രംഗത്ത് നടക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ദൈവം വിളിക്കാത്ത ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകരുത്. ചില വ്യക്തികളെ, ചില വൈദികരെ ദൈവം പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യുന്നു. ആ വ്യക്തികളും വൈദികരും മാത്രം ഈ ശുശ്രൂഷ ചെയ്യാൻ, മറ്റുള്ള ആളുകളെ. ഒരു അച്ഛൻ ഒരു പിശാച് ബഹിഷ്കരണ ശുശ്രൂഷയ്ക്ക് കടന്നു. ഈ പിശാചിനാൽ പീഡിക്കപ്പെടുന്ന വ്യക്തി അച്ഛനോട് പറയാണ്, എന്നെ പുറത്താക്കുന്നതിന് മുമ്പ് പോയിട്ട് സ്നേഹപിതാവായ ദൈവമേ, കർത്താവെ, മാറ്റമില്ലാത്ത സുവിശേഷം ദൈവജനത്തിനോട് സുവിശേഷം പ്രഘോഷിക്കുന്ന സമയത്ത് കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്ത മുഴുവൻ ആളുകളെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്താൽ നിറഞ്ഞ് ദൈവവചനത്തിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കുവാനുള്ള കൃപ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും പ്രഘോഷിക്കുന്ന ഞങ്ങൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഇന്ന് വിശുദ്ധ ലൂക്ക എഴുതിയ അപ്പസ്തോല പ്രവർത്തനങ്ങളിലെ 19-ാമത്തെ അധ്യായമായി ബന്ധപ്പെട്ട തിരുവചനങ്ങൾ നമുക്ക് വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യും. 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പൗലോസ്ലീഹ എഫോസോസ് നഗരത്തിൽ ചെല്ലുന്നു. എഫോസോസ് നഗരത്തിൽ ചെന്ന് സുവിശേഷം പ്രഘോഷിക്കുന്നു. ആ പ്രഘോഷിക്കുന്ന സമയത്ത് അവരുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ എന്താണ് ഈ തർക്കത്തിൽ ഏർപ്പെടുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. എഫോസോസ് നഗരത്തിലെ പ്രത്യേകത അർത്തമിയൂസ് എന്ന് വിളിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഡയാന എന്നും രണ്ടുപേരിലും അറിയപ്പെടുന്ന ദേവതയ്ക്ക് സമർപ്പിക്കപ്പെട്ട നഗരമാണ്. ഇപ്പോൾ തൃശ്ശൂർ പട്ടണം ശിവന് സമർപ്പിക്കപ്പെട്ട നഗരമാണ്. തൃശ്ശിവ പേരൂർ, 3 ശിവന്റെ ക്ഷേത്രം. അതുപോലെ തന്നെ എഫോസൂസ് നഗരം അർത്തമിയൂസ് ദേവിക്ക്, അല്ലെങ്കിൽ മറ്റ് ചില ഗ്രീക്ക് സംസ്കാരത്തിൽ ഡയാന എന്ന് വിളിക്കപ്പെടുന്ന ദേവി, ഈ ദേവിക്ക് സമർപ്പിക്കപ്പെട്ട പട്ടണമാണ്. ഈ ദേവിയുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, തെറ്റായ ആചാരങ്ങൾ അവിടെ ഒരുപാട് നടക്കുന്നുണ്ട്. എഫോസസിലെ ക്ഷേത്രത്തിൽ തെരുവ് വേശ്യകളെ പോലെ ആളുകൾ താമസിപ്പിക്കുകയും ലൈംഗികമായ പാപങ്ങളും തിന്മകളും നിറയെ നടന്നിരുന്ന സ്ഥലം. ഈ അർത്തമിയൂസ് ദേവിയുടെ പല വിധത്തിലുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയും അതുവഴി വലിയ സമ്പാദ്യം നേടുകയും ചെയ്യുന്ന ധാരാളം ധനികർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് പൗലോസ്ലീഹ അവിടെ ചെന്ന് സുവിശേഷം അറിയിക്കുന്നത്. ആ സുവിശേഷം അറിയിക്കുന്നത് സ്വാഭാവികമായും അവിടെ അതിന് കഠിനമായ എതിർപ്പും അവിടെ ഉണ്ടാകും. 2 കാര്യത്തിലാണ് പൗലോസ്ലീഹയ്ക്ക് അവിടെ എതിർപ്പുണ്ടായത്. ഒന്ന്, ആ നാട്ടിൽ അന്ന് ഈ പൈശാചിക പീഡ അനുഭവിക്കുന്ന ആളുകളെ അതിൽ നിന്ന് വിടുവിക്കുന്നതിനുള്ള പല വിധത്തിലുള്ള ശുശ്രൂഷകൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. അപ്പോൾ അവർക്ക് മാത്രമേ ഈ പൈശാചിക പീഡ അനുഭവിക്കുന്ന ആളുകളെ വിടുവിക്കുവാൻ കഴിയൂ എന്നാണ് അവർ ധരിച്ചത്. മാനസികമായ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നതും പൈശാചിക പീഡ എന്ന പേരിലാണ് പലപ്പോഴും ചികിത്സകൾ ആ കാലഘട്ടങ്ങളിൽ നടന്നിരുന്നത്. ഇപ്പോൾ പൗലോസ് അവിടെ ചെല്ലുന്നു. പൗലോസ് യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്നു. എല്ലാ നാമങ്ങൾക്കും മേലായ നാമം യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളെക്കുറിച്ചും അവിടെ പറയുന്നു. അത് സ്വാഭാവികമായിട്ടും പൗലോസ്ലീഹയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ഒരു തർക്കത്തിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ പൗലോസ്ലീഹ പ്രസംഗിച്ചു കഴിഞ്ഞാൽ എതിരഭിപ്രായമുള്ള ആളുകൾക്ക് ആ എതിരഭിപ്രായം പറയുന്നതിനും, ആ എതിരഭിപ്രായം പറയുന്ന സമയത്ത് അവർ പറഞ്ഞ വാദം തെറ്റാണെന്ന് സ്ഥാപിക്കുന്ന ഒരു ഡയലോഗ് പൗലോസ്ലീഹ അവരുമായിട്ട് ചെയ്യുന്നു. അത് സ്വാഭാവികമായിട്ട് സംഘർഷത്തിലേക്കൊക്കെ നീങ്ങിപ്പോകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ചില സംഭവങ്ങളാണ് 19-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 19-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുവാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. അവൻ സിനഗോഗിൽ പ്രവേശിച്ച് ധൈര്യപൂർവ്വം ദൈവരാജ്യത്തെക്കുറിച്ച് 3 മാസം പ്രസംഗിക്കുകയും വാദപ്രതിവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തു. 9-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: എന്നാൽ ദുർവാശിക്കാരെ ചിലർ വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും സമൂഹത്തിന് മുൻപിൽ ക്രിസ്തുമാർഗത്തെ ദുഷിക്കുകയും ചെയ്തു. ഞാൻ പറയുന്നതാണ് ശരി എന്ന് മറ്റുള്ളവരൊക്കെ തെറ്റാണ് പറയുന്നത്, എൻ്റെ വാദഗതി മാത്രമാണ് ശരിയായ വാദഗതി എന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും
എത്ര തിരുത്താൻ നോക്കിയാലും തിരുത്താൻ പറ്റാത്ത ആളുകളൊക്കെ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നു, ദുർവാശിക്കാരായ ചിലർ വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും പൗലോസ്ലീഹ പറഞ്ഞ പ്രബോധനങ്ങൾ വിശ്വസിക്കാൻ വിസമ്മതിക്കുകയും സമൂഹത്തിന് മുൻപിൽ ക്രിസ്തു മാർഗത്തെ ദുഷിക്കുകയും ചെയ്തു. ഇപ്പോൾ യേശു ക്രിസ്തു മരിച്ച ക്രിസ്തു ഉത്ഥാനം ചെയ്ത് ജനത്തിനോടൊപ്പം 40 ദിവസം താമസിച്ചു. പിന്നീട് യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി പിതാവിന്റെ വലതുവശത്ത് ഇരിക്കുന്നു. യേശു വീണ്ടും വരും എന്നൊക്കെ പറഞ്ഞ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത, ഭൗതികമായ നേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത വലിയ ആത്മീയ രഹസ്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് വിശ്വസിക്കാൻ സാധിക്കുകയും ചെയ്തില്ല. അതിനാൽ അവർ അവരെ വിട്ട് ശിഷ്യരെയും കൂട്ടി ടിറാനോസിന്റെ പ്രസംഗശാലയിൽ പോയി എല്ലാ ദിവസവും വിവാദത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ എഫെസോസ് നഗരത്തിൽ ഒരു ഭാഗത്ത് ഇത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോയി. ഈ എഫെസോസ് നഗരത്തിലുണ്ടായിരുന്ന ഒരു ഗ്രീക്ക് കൾച്ചറിന്റെ ഭാഗമാണ് പലയിടത്തും. നമുക്ക് എന്തെങ്കിലും ഒരു ആശയഗതി പുതിയതായിട്ടുണ്ടെങ്കിൽ അത് പറയാനായിട്ടുള്ള പ്രസംഗശാലകൾ നഗരത്തിൽ പലയിടത്തും ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് ആദ്യ സ്ഥലത്ത് പരാജയപ്പെട്ടപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഇത് 2 വർഷത്തേക്ക് തുടർന്നു. ഒരു ദിവസമോ 2 ദിവസം അല്ല, 2 വർഷം തുടർച്ചയായിട്ട് അവിടെ ചർച്ചയും പ്രശ്നങ്ങളും നടക്കുകയാണ്. ഇതിന്റെ അവസാനത്തിൽ പറയുന്നു, എല്ലാവരും യഹൂദരും ഗ്രീക്കുകാരും കർത്താവിന്റെ വചനം കേട്ടു എന്ന് പറഞ്ഞ് 2 വർഷത്തോളം നിരന്തരം അവിടെ വാദപ്രതിവാദങ്ങളും പ്രസംഗങ്ങളും വഴി ജനം വചനം കേട്ടു. ഈ വചനം കേട്ടതിന്റെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം പൈശാചിക പീഡ അനുഭവിക്കുന്ന ആളുകളെ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കുന്നതായിരുന്നു ജനത്തിനെ ആകർഷിക്കുവാൻ കഴിഞ്ഞത്. 2, ശാരീരിക രോഗങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗസൗഖ്യം കിട്ടുന്നു. ഇപ്പൊ പൈശാചിക പീഡയിൽ നിന്ന് മോചനം, ശാരീരിക രോഗത്തിൽ നിന്ന് മോചനം, ഈ 2 കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് യഹൂദരായിട്ടുള്ള ആളുകളും ഗ്രീക്കുകാരായിട്ടുള്ള ആളുകളും ഈ വചനം കേട്ടത്. എഫെസോസ് നഗരം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ടർക്കിയിലാണ് ഈ സ്ഥലം ഇന്ന് ഉള്ളത്. തുടർന്ന് 11-ാമത്തെ അധ്യായത്തിൽ പറയാണ്, ആ നാട്ടിൽ സ്കേവ എന്ന് വിളിക്കപ്പെടുന്ന ഒരു ദുർമന്ത്രവാദി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പൈശാചിക പീഡ അനുഭവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് മോചനവും വിടുതലൊക്കെ കൊടുക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളാണ് സ്കേവയ്ക്ക് 7 മക്കളുണ്ടായിരുന്നു. 7 മക്കളും ഇതേ ശുശ്രൂഷയിൽ വ്യാപരിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ട് അവര് ഈ പൗലോസ് കൈവച്ച് പ്രാർത്ഥിക്കുന്നു, പൈശാചിക പീഡയിൽ നിന്ന് വിടുവിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു പറയുന്ന സമയത്ത് പൈശാചിക പീഡ നീങ്ങിപ്പോകുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരൊരു തീരുമാനത്തിലെത്തി പൗലോസ് ചെയ്യുന്ന ശുശ്രൂഷയെ അനുകരിക്കുവാൻ ശ്രമിക്കുന്നു. സാധാരണഗതിയിൽ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്, ഏതെങ്കിലും പ്രഗത്ഭനായ ശുശ്രൂഷകൻ ഒരു ശൈലിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് മറ്റു പലരും ഈ ശൈലി അനുകരിക്കാനായിട്ട് നോക്കും. അതിൽ മിക്കവാറും അത് പരാജയപ്പെടുകയും ചെയ്യും. ദൈവം ഓരോ വ്യക്തിക്ക് ഒരു ശുശ്രൂഷ തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷ ചെയ്യുന്നതിന് ഒരു രീതി അല്ലെങ്കിൽ ഒരു മാർഗം ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അത് മറ്റൊരാൾ അത് അനുകരിക്കുന്ന സമയത്ത് അത് പരാജയപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ശുശ്രൂഷയിലെ ഒരു പരാജയം ആത്മീയ ശുശ്രൂഷ രംഗത്ത് നടക്കുന്ന ആളുകൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ദൈവം വിളിക്കാത്ത ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകരുത്. ഇപ്പൊ കേരളത്തില് രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്ന നിരവധി വൈദികരുണ്ട്. മാത്യു നായിക്കാമ്പറമ്പലച്ചൻ, ജോർജ് പനക്കലച്ചൻ തുടങ്ങി പഴയ തലമുറയിലുള്ള വൈദികർ മുതൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിലാണെങ്കിൽ ഡൊമിനിക് അച്ഛൻ, വട്ടായച്ചൻ, അങ്ങനെ പല ആളുകളും രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്ന ആളുകളുണ്ട്. ഇതുപോലെ തന്നെ വിടുതൽ ശുശ്രൂഷ ചെയ്യുന്ന പല ആളുകളുണ്ട്. തോമസ് വാഴശ്ശേരിയിലെ അച്ഛൻ, അലൂഷ്യസ് കുളങ്ങര അച്ഛൻ, അങ്ങനെ പല ആളുകളും ഉണ്ട് വൈദികരായിട്ടുള്ള ആളുകൾ. അൽമാരായിട്ടുള്ള ആളുകളും ഈ ശുശ്രൂഷകൾ ചെയ്യുന്ന ആളുകളുണ്ട്. സാബു അറുതൊട്ടിയിൽ സഹോദരൻ രോഗശാന്തി ശുശ്രൂഷ നടത്തുന്നു. അല്ലെങ്കിൽ മറ്റു പലരും, ഇനി പേരുകൾ പറഞ്ഞ് അതിനെ ഒരു വിവാദത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. പല ആളുകളും വിടുതൽ ശുശ്രൂഷയും രോഗശാന്തി ശുശ്രൂഷയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇത് കാണുമ്പോൾ ചില ആളുകൾ അത് കോപ്പി അടിക്കാനായിട്ട് നോക്കും. അത് കോപ്പി അടിക്കുമ്പോൾ മിക്കവാറും അത് പരാജയമാവുകയും ചെയ്യും. പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവന്റെ ശരീര സ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. പൗലോസിനെ പ്രാർത്ഥിക്കുവാനായിട്ട് പല സ്ഥലത്തും പോവാൻ സാധിക്കാതെ വന്നു, തിരക്കുകാരാണ്. അങ്ങനെ പൗലോസിനും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഭവനത്തിൽ പോയി പ്രാർത്ഥിക്കുവാൻ സാധിക്കാതെ വരുന്ന സമയത്ത് അവരവിടെ ചെയ്തിരുന്നതാണ് ശരീരസ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസിന്റെ ഹാൻഡ് കർച്ചീഫ് അല്ലെ പൗലോസ് ഉപയോഗിക്കുന്ന പൗലോസിന്റെ ശരീരത്തിൽ സ്പർശിക്ക വസ്തുക്കൾ എന്തെങ്കിലും രോഗികളുടെ അടുത്തേക്ക് കൊണ്ടുചെല്ലും. ഇപ്പോഴും ചില ആളുകൾ നമ്മുടെ വിശുദ്ധരുടെ തിരുശേഷിപ്പുകളെ വണങ്ങുകയും വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ പാരമ്പര്യത്തിന്റെ ഒരു തുടർച്ചയാണ്. പൗലോസിന്റെ ശരീരസ്പർശമേറ്റ തൂവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. അപ്പൊ പൗലോസിന്റെ ഹാൻഡ് കർച്ചീഫ് ഒരു രോഗിയുടെ അടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്ന്, രോഗിയുടെ അടുത്ത് കൊണ്ടുവന്ന് ഹാൻഡ് കർച്ചീഫ് വയ്ക്കുന്ന സമയത്ത് രോഗം സൗഖ്യം കിട്ടുന്നു. രണ്ട്, പൈശാചിക പീഡയുള്ള ആളുകളുടെ അടുത്ത് ഈ കർച്ചീഫ് കൊണ്ടുവരുന്ന സമയത്ത് അവർക്ക് അതിൽ നിന്ന് മോചനം കിട്ടും. മാത്രമല്ല, നമ്മൾ വായിക്കുന്നുണ്ട് പത്രോസൊക്കെ നടന്നു പോകുന്ന സമയത്ത് പത്രോസിന്റെ നിഴലിൽ രോഗികളെ കൊണ്ട് കിടത്തിയിരുന്നു. ആ നിഴൽ പതിക്കുന്ന സമയത്ത് പല രോഗികളും സുഖം പ്രാപിക്കുകയും ചെയ്തിരുന്നു. പിശാച് ബാധ ഒഴിപ്പിച്ചിരുന്ന ചില യഹൂദ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിനോട് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിന്റെ നാമം പ്രയോഗിച്ചു നോക്കി. ഇപ്പൊ പൗലോസ് യേശുവിന്റെ നാമത്തിൽ സാത്താനെ വിട്ടുപോവുക എന്നൊക്കെ പറയുന്ന കണ്ടുവരുന്ന സമയത്ത് അവിടെ സ്കേവയും സ്കേവയുടെ പുത്രന്മാരും ഈ പിശാചിനെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ ചെയ്തിരുന്ന ആളുകള് ചില കാര്യങ്ങൾ ചെയ്തിരുന്നു. അവരെന്ത് ചെയ്തു? പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയല്ല ചെയ്തത്, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അശുദ്ധാത്മാക്കളുടെ മേൽ കർത്താവായ യേശുവിന്റെ നാമം പ്രയോഗിച്ചു നോക്കി. അപ്പൊ അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാൻ വേണ്ടി യേശുവിന്റെ നാമം പ്രയോഗിച്ചു. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുകയല്ല ചെയ്ത് പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചു. അവർ കൽപ്പിക്കുന്നതിന്റെ കാരണം പൗലോസിന്റെ ഹാൻഡ് കർച്ചീഫ് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് സൗഖ്യം കിട്ടുകയാണെങ്കിൽ, പൗലോസ് പറയുന്ന യേശുവിന്റെ നാമത്തിൽ പ്രസംഗിച്ച് സൗഖ്യം കിട്ടുകയാണെങ്കിൽ അത് കുറെ കൂടെ എളുപ്പമുള്ള മാർഗമായിട്ട് അവർക്ക് തോന്നി. യഹൂദരുടെ ഒരു പ്രധാന പുരോഹിതനായ സ്കേവയുടെ 7 പുത്രന്മാരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഈ സ്കേവ എന്ന പുരോഹിതൻ മാത്രമല്ല, അർത്തിമീസ് ദേവിയുടെ പുരോഹിതൻ മാത്രമല്ല, ഈ പുരോഹിതന്റെ 7 മക്കളും ഇതേ ശുശ്രൂഷ ആവർത്തിക്കാനായിട്ട് തുടങ്ങി. പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ പിശാചിനോട് വിട്ടുപോകാനായിട്ട് കൽപ്പിക്കുക. എന്നാൽ അശുദ്ധാത്മാവ് അവരോട് മറുപടി വന്നു. ഇതിങ്ങനെ തുടങ്ങി കഴിഞ്ഞപ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച ആളുകളെ കൊണ്ടുവന്ന് അവരുടെ അടുത്ത് ഇങ്ങനെ ഇവർ പറയാൻ തുടങ്ങിയ സമയത്ത്, പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകുന്നു പറയുന്ന സമയത്ത് അശുദ്ധാത്മാക്കൾ ഇവരോട് മറുപടി പറയാൻ തുടങ്ങി. ആ മറുപടി ഇങ്ങനെയായിരുന്നു: യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ അറിയാം, എന്നാൽ നിങ്ങൾ ആരാണ്? ഈ ഹീലിംഗ് ഡെലിവറൻസ് മേഖലയുമായി ബന്ധപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾക്ക് ദൈവം ഏൽപ്പിച്ചു തരാത്ത ശുശ്രൂഷയ്ക്ക് ആരും കടന്നു ചെല്ലരുത്. ചില വ്യക്തികളെ, ചില വൈദികരെ ദൈവം പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യുന്നു. ആ വ്യക്തികളും വൈദികരും മാത്രം ഈ ശുശ്രൂഷ ചെയ്യുക, മറ്റുള്ള ആളുകൾ ഈ ശുശ്രൂഷയിൽ പ്രവേശിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഈ പിശാച് ബാധിച്ച വ്യക്തി, ആ വ്യക്തിയുടെ പിശാച് ശുശ്രൂഷകനോട് ചോദിക്കുകയാണ്, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ അറിയാം, എന്നാൽ നിങ്ങൾ ആരാണ്? ഇത് ഒരിക്കലും ഈ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾ പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ്. ഹീലിംഗ് ഡെലിവറൻസ് റിട്രീറ്റ് ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം നടക്കുന്ന സമയത്ത് അവിടെ ഞാൻ പേരുകൾ പറയുന്നില്ല, പ്രശസ്തനായ ഒരു ധ്യാനഗുരു പറഞ്ഞ ഒരു സംഭവമാണ്. ഹീലിംഗ് ഡെലിവറൻസിന്റെ ട്രെയിനിങ് എടുത്തു. ആ ട്രെയിനിങ് എടുത്തതിന് ശേഷം അച്ഛൻ ഒരു പിശാച് ബഹിഷ്കരണ ശുശ്രൂഷയ്ക്ക് കടന്നിരുന്നു. ആ പിശാച് ബഹിഷ്കരണ ശുശ്രൂഷ പ്രാർത്ഥനയ്ക്ക് തുടങ്ങിയ സമയത്ത് ഈ ശുശ്രൂഷയ്ക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്ന പിശാചിനാൽ പീഡിക്കപ്പെടുന്ന വ്യക്തി അച്ഛനോടൊരു ചോദ്യം: അച്ഛോ, ഈ പിശാചിനെ പുറത്താക്കുന്നതിന് മുമ്പ് 10 ഏന്തി പുതുക്കിയിട്ട് വരാൻ പറഞ്ഞു. 10 ഏന്തി എന്ന് പറയുമ്പോൾ അറിയാത്ത ചിലപ്പോൾ ആളുകളുണ്ടായിരിക്കാം. വൈദികര് ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ ശുശ്രൂഷ പൗരോഹിത്യം ചെയ്യുന്ന എല്ലാ വൈദികരും വാർഷിക ധ്യാനം കൂടുകയും കുർബാനയ്ക്ക് വേണ്ടി പണം തന്നിട്ടുണ്ടെങ്കിൽ ആ കുർബാന പണത്തിന്റെ കണക്ക് ബിഷപ്പിനെ ഏൽപ്പിക്കുകയും, അല്ലെങ്കിൽ സന്യാസ സമൂഹങ്ങളിൽപ്പെട്ട ആളുകളാണെങ്കിൽ അവരുടെ സുപ്പീരിയേഴ്സിന് കൊടുക്കുകയും, ഇത് കഴിഞ്ഞ് അവരുടെ ഈ പുരോഹിത ശുശ്രൂഷ ചെയ്യാനുള്ള അനുമതി പുതുക്കിയെടുക്കുകയും, സാധാരണ 3 വർഷത്തേക്കാണ് പുതുക്കി കൊടുക്കാറുള്ളത്. ഈ 10 ഏന്തി പുതുക്കി കൊടുക്കുക എന്ന് പറയുന്നത്. ഈ വൈദികൻ ശുശ്രൂഷ പരിശീലനമൊക്കെ കഴിഞ്ഞ് പിശാചിനെ ബഹിഷ്കരിക്കാൻ പോയ സമയത്ത് 10 ഏന്തി പുതുക്കാൻ വിട്ടുപോയി. എന്തോ കാരണത്താൽ വിട്ടുപോയതായിരിക്കാം. പക്ഷെ ഈ പിശാച് അധിവസിക്കുന്ന വ്യക്തി അച്ഛനോട് പറയാണ്, എന്നെ പുറത്താക്കുന്നതിന് മുമ്പ് പോയിട്ട് ആദ്യം തന്നെ 10 ഏന്തി പുതുക്കിയിട്ട് തിരിച്ചു വരാം.
അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു തിരുവചനമാണ് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപത അധ്യക്ഷനെ അനുസരിക്കാത്ത വൈദികർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുവിശേഷ പ്രഘോഷണ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ആ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്ന വൈദികരെയോ അന്മായ നേതൃത്വത്തിലുള്ള ആളുകളെ അവരുടെ നിർദ്ദേശങ്ങൾക്ക് അല്ലാതെ ചെന്നു കഴിഞ്ഞാൽ പലപ്പോഴും ശുശ്രൂഷ മേഖലയിൽ പലപ്പോഴും പല തിരിച്ചടികളും അനുഭവപ്പെടും. യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ അറിയാം, എന്നാൽ നിങ്ങൾ ആരാണ്? അശുദ്ധാത്മാവ് ആവസിച്ചിരുന്ന മനുഷ്യനെ അവരുടെ മേൽ ചാടി വീണ് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. മാത്രമല്ല പൗലോസിനെ എനിക്കറിയാം, യേശുവിനെ അറിയാമെന്ന് പറഞ്ഞതിന് ശേഷം ഈ അശുദ്ധാത്മാവ് കുടികൊള്ളുന്ന വ്യക്തി പിശാചിനെ ബഹിഷ്കരിക്കാൻ ചെന്ന ശുശ്രൂഷകരുടെ മേൽ ചാടി വീഴുകയും അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്തു. അല്ലെങ്കിൽ ഉദിത്തള്ളി താഴെയിട്ട് അവരുടെ മേത്ത് കയറി നിന്നു. കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെയും മനസ്സിലാക്കാം. അവർ മുറിവേറ്റ് നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. പിശാചിനാൽ അധിവസിക്കുന്ന വ്യക്തി ഇവരെ ആക്രമിക്കുന്നു, കീഴ്പ്പെടുത്തുന്നു, മുറിവേൽപ്പിക്കുന്നു. മാത്രമല്ല വസ്ത്രം വലിച്ചു കീറുന്നു. നഗ്നരായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്നു. നാണക്കേട് മൂലം കടന്നു പോകേണ്ടി വന്നു. എഫോസസിൽ വസിച്ചിരുന്ന യഹൂദരും ഗ്രീക്കരും എല്ലാവരും ഇവരറിഞ്ഞ് ഭയപ്പെട്ടു. കർത്താവായ യേശുവിന്റെ നാമം കൂടുതൽ പ്രകീർത്തിക്കപ്പെടുകയും ചെയ്തു. ഇത് കഴിഞ്ഞതോടുകൂടി യേശുവിന്റെ നാമം അത് പ്രഘോഷിക്കുന്ന ആളുകൾ മാത്രം പ്രഘോഷിക്കുകയും വ്യാജ പ്രവാചകന്മാരും വ്യാജ ശുശ്രൂഷകരെയും ഇവരുടെ ഇടയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുകയും ചെയ്തു. വിശ്വാസം സ്വീകരിച്ച പലരും തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സമ്മതിച്ചു. സുവിശേഷം തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞ മാനസാന്തരപ്പെടുകയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു പോലും സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പൈശാചിക പീഡയിൽ പെട്ട ആളെ ശുശ്രൂഷകൻ, വ്യാജ ശുശ്രൂഷകൻ പരാജയപ്പെട്ടെങ്കിലും ദൈവവചനം അവിടെ വിജയിക്കുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസം സ്വീകരിച്ച പലരും തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സംഭവിച്ചു. വിശ്വാസം സ്വീകരിച്ച ആളുകൾ തന്നെ പല ദുർനടപടികളും ചെയ്യുന്നു. വിശ്വാസം സ്വീകരിച്ച ആളുകൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ചില പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത്, ചില പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുന്ന സമയത്ത് ഏകസത്യ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും, ഒന്നാം പ്രമാണത്തിന്റെ ലംഘനവുമായി ബന്ധപ്പെട്ട അറിഞ്ഞും അറിയാതെയും പല കാര്യങ്ങളും ആളുകൾ ചെയ്യുന്നു. അപ്പൊ അത്തരം പ്രവൃത്തി ചെയ്ത ആളുകൾ പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞ് കുറ്റം സംബന്ധിച്ചു. ചില ക്രൈസ്തവരുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ്, ക്യാഷ് കൗണ്ടറിൽ അല്ലെങ്കിൽ മുതലാളി ഇരിക്കുന്നതിന്റെ മുകളിലായിട്ട് മുതലാളി രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ടാണ് കച്ചവടം തുടങ്ങുന്നത്. അവിടെ ഒരു ഫോട്ടോ വയ്ക്കും. ചില സ്ഥാപനങ്ങളിൽ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്, അവിടെ ഇന്ത്യയിലുള്ള 3 പ്രധാനപ്പെട്ട മതങ്ങളായ ഇസ്ലാം മതത്തെയും ഹിന്ദു മതത്തെയും ക്രിസ്തു മതത്തെയും പ്രതിനിധീകരിക്കുന്ന 3 ദൈവങ്ങളുടെയും ചിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള ഫോട്ടോ സ്ഥാപിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇവരുടെ ന്യായീകരണം ഇവിടെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഇവിടെ കടന്നു വരുന്നത് കൊണ്ട് 3 മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ അവിടെ ഫോട്ടോ വെച്ചിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അറിയാതെ സംഭവിക്കുന്ന എന്താണ്? ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണ് നടന്നത്. ഏകസത്യ ദൈവം യേശുവാണെങ്കിൽ ആ യേശുവിൻ്റെ ഒപ്പം മറ്റ് വിശ്വാസവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ചിത്രങ്ങളൊക്കെ വയ്ക്കുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഏകസത്യ ദൈവത്തെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ എല്ലാ ദൈവങ്ങളും ഒന്നാണ്, എല്ലാ ദൈവങ്ങളും തുല്യരാണ് എന്നൊക്കെ പറയുന്ന മതനിരപേക്ഷത അറിയാതെ കടന്നുകൂടിയതിന്റെ ഫലമായിരിക്കും. എന്തായാലും ഇവിടെ പറയുന്നു, ഇത്തരത്തിൽ സംഭവങ്ങൾ പറയാൻ തുടങ്ങി അതിന് അവസാനമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പറഞ്ഞ വാക്കുകൾ വളരെ ക്ലിയർ ആണ്. വിശ്വാസം സ്വീകരിച്ച പലരും വന്ന്, വിജാതിയരല്ല വന്നത്, വിശ്വാസം സ്വീകരിച്ച പലരും വന്ന് തങ്ങളുടെ ദുർനടപടികൾ ഏറ്റുപറഞ്ഞു. അവർ ചെയ്ത എന്തൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഏറ്റുപറയുന്നു, കുറ്റം സമ്മതിക്കുന്നു, അല്ലെങ്കിൽ അവരെ കുമ്പസാരിക്കുന്നു, പാപങ്ങൾ ഏറ്റുപറയുന്നു, പാപമോചനം നേടി. ശ്രദ്ധിക്കണം, ഇത് ഒരു ശുശ്രൂഷ പരാജയപ്പെട്ടിട്ടുണ്ടായ സംഭവമാണ്. ശുശ്രൂഷ വിജയിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അനുകരിക്കും. എന്നാൽ ഇവിടെ ശുശ്രൂഷ പരാജയപ്പെട്ടപ്പോഴാണ് ജനം സാക്ഷികളായി മാറിയത്. 19ാമത്തെ വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന അനേകം ആളുകൾ, കൂടോത്രം, ആഭിചാരം അല്ലെങ്കിൽ പലതരത്തിലുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ, ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന ആളുകൾ, ജാതകം എഴുതുക അല്ലെങ്കിൽ നാള് നോക്കുക, നാഡീ ജ്യോതിഷം,
കൈരേഖ, കൈനോട്ടം, ഭാവി പ്രവചനം, മഷിനോട്ടം എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള ക്ഷുദ്രപ്രയോഗങ്ങൾ നടത്തിയിരുന്ന അനേകം ആളുകൾ ഇന്നുമുണ്ട്, അന്നുമുണ്ടായിരുന്നു. തങ്ങളുടെ ഗ്രന്ഥ ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയെ അഗ്നിക്കിരയാക്കി. എന്നെ ഇത് ആകർഷിച്ച സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് നമ്മൾ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രോഗിക്ക് സൗഖ്യം കിട്ടുന്നു, അല്ലെങ്കിൽ പൈശാചിക പടിയുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് ഒരു വിടുതൽ കിട്ടുന്ന സമയത്ത് നമുക്ക് സന്തോഷം ഉണ്ടാവാറുണ്ട്, ആളുകളുടെ വിശ്വാസം വർദ്ധിക്കാറുണ്ട്. ഇവിടെ ശുശ്രൂഷ പരാജയപ്പെട്ടപ്പോഴാണ് ആളുകളുടെ വിശ്വാസം വർദ്ധിക്കുന്നത്. ദൈവത്തിന് എല്ലാ പ്രവൃത്തികൾക്കും മുൻപിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അത് പരാജയത്തിലും വിജയിക്കുന്ന ഒരു ദൈവിക പദ്ധതി. ഇവിടെ പറയുന്നു, ഈ ക്ഷുദ്രപ്രയോഗം നടത്തിയിരുന്ന ആളുകൾ അവർക്കും അത് വായിക്കാനും പഠിക്കാനും ഉള്ള പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഗ്രന്ഥ ചുരുളുകൾ കൊണ്ടുവന്ന് എല്ലാവരും കാണുകയെ അഗ്നിക്കിരയാക്കി. പലപ്പോഴും മന്ത്രങ്ങളൊക്കെ പലപ്പോഴും എഴുതി വെക്കുന്ന ഓലകളിലൊക്കെ, തകിടിലൊക്കെ എഴുതി വെക്കാം. ഇതെല്ലാം കൊണ്ട് അഗ്നിക്കിരയാക്കി. അവയുടെ ആകെ വില കണക്കാക്കിയപ്പോൾ 50,000 വെള്ളി നാണയങ്ങൾ വരുമെന്ന് കണ്ടു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കാലത്ത് 50,000 വെള്ളി നാണയങ്ങളുടെ പുസ്തക ശേഖരങ്ങളും അല്ലെങ്കിൽ ഈ ദുർമന്ത്രം പഠിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന ഗ്രന്ഥച്ചുരുളുകളും മറ്റു സാധനങ്ങളും കത്തിച്ചു കളയുകയും, അല്ലെങ്കിൽ ഈ തെറ്റായിട്ടുള്ള തിന്മയാർന്ന വിശ്വാസം ആ ദേശത്ത് നിന്ന് വേരോടെ പിഴുതു മാറ്റുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. ശുശ്രൂഷ പരാജയപ്പെട്ടെങ്കിലും ദൈവിക പദ്ധതി വിജയിച്ചു. അതുകൊണ്ട് തന്നെ കർത്താവിന്റെ വചനം വിപുലമായി പ്രചരിക്കുകയും അതിന് ശക്തി വെളിപ്പെടുകയും ചെയ്തു. ഇപ്പൊ കർത്താവിന്റെ വചനം എവിടെയെല്ലാം പ്രചരിക്കുന്നോ അവിടെയെല്ലാം ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുകയും ചെയ്തു. ഇതിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളാണ് ദൈവം നിയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്. പലരും ഇന്ന് ഭാഗികമായിട്ട് ചില പുസ്തകങ്ങളൊക്കെ വായിക്കുകയും ഭാഗികമായ അറിവുമായിട്ട് പല ശുശ്രൂഷകളെ കുറിച്ചും കമന്റുകളൊക്കെ പറയാറുണ്ട്. കത്തോലിക്ക സഭയില് ഇന്ന് അറിയപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് എക്സോർസിസം അല്ലെങ്കിൽ ഭൂതോച്ചാടനം എന്ന് പറയുന്നത്. പല സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ, ഇപ്പൊ ക്രിസ്ത്യൻ മൂവി എന്ന് പറയപ്പെടുന്ന മൂവികൾ കാണുന്ന സമയത്ത് ദി എക്സോർസിസ്റ്റ്, ദി ഓമൻ, അല്ലെങ്കിൽ മലയാളത്തില് ദ പ്രീസ്റ്റ്, ഇങ്ങനെയുള്ള ചില സിനിമകളിലൊക്കെ ഈ ഭൂതോച്ചാടന രംഗങ്ങൾ കാണിക്കാറുണ്ട്. ഇതൊക്കെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു മേക്ക് ബിലീവ് സ്ട്രക്ചറാണ് ചെയ്യുന്നത്. അതിന് യഥാർത്ഥ ഭൂതോച്ചാടനമായിട്ട് ഒരു ബന്ധമില്ല തന്നെ. കത്തോലിക്ക സഭയിൽ ഭൂതോച്ചാടനം നടത്താനായിട്ടുള്ള അധികാരം ഉള്ളത് രൂപത അധ്യക്ഷന് മാത്രമാണ്. രൂപത അധ്യക്ഷനല്ലാത്ത ആർക്കും ഭൂതോച്ചാടന ശുശ്രൂഷ ചെയ്യാനുള്ള അധികാരം ഇല്ല. രൂപത അധ്യക്ഷന് വേണമെങ്കിൽ ഏതെങ്കിലും രൂപതയിലുള്ള പരിശീലനം സിദ്ധിച്ച ഈ കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന വൈദികർക്ക് ഭൂതോച്ചാടന ശുശ്രൂഷ ചെയ്യാനുള്ള അനുമതി കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ചില രൂപതകളിലൊക്കെ എക്സോർസിസ്റ്റ് എന്നൊരു തസ്തിക തന്നെ ഉണ്ട് പലയിടത്തും. കേരളത്തിൽ തന്നെ കാഞ്ഞിരപ്പള്ളി രൂപതയിലും മാനന്തവാടി രൂപതയിലൊക്കെ എക്സോർസിസ്റ്റ് എന്ന നിലയിൽ വൈദികരെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ, അതുപോലെ കേരളത്തിന് വെളിയിലും തമിഴ്നാട്ടിലെ കോട്ടാർ രൂപതയില്, കർണാടകയിലുള്ള ബെല്ലാരി രൂപതയില്, അതുപോലെ ബോംബെയില് ഒക്കെ എക്സോർസിസ്റ്റ് എന്നുള്ള തസ്തികയിൽ തന്നെ വൈദികരെ വെച്ചിട്ടുണ്ട്. ബാംഗ്ലൂർ രൂപതയിലും ഈ അടുത്ത കാലത്ത് എക്സോർസിസ്റ്റ് ആയിട്ട് ഒരു വൈദികനെ നിയമിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ പരിശീലനം സിദ്ധിച്ച വൈദികർ, പ്രത്യേകിച്ച് റോമിൽ പോയിട്ട് പാദ്രെ പിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ റോമിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ കാര്യങ്ങളിൽ പരിശീലനവും പ്രബോധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അവിടെ പരിശീലനം സിദ്ധിച്ച വൈദികർക്ക്, ഈ ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമുള്ള വൈദികർക്ക് ബിഷപ്പിന്റെ അനുവാദത്തോടുകൂടി മാത്രമാണ് എക്സോർസിസം ശുശ്രൂഷ ചെയ്യാനുള്ള അധികാരം ഉള്ളത്. അപ്പൊ ഇത് മനസ്സിലാക്കുക. അതല്ലാണ്ട് അനങ്ങുമ്പോഴേക്കും എന്തെങ്കിലും ചെറിയ പൈശാചിക പീഡയൊക്കെ വരുന്ന സമയത്ത് ഒരു എക്സോർസിസ്റ്റിനെ കാണേണ്ട ആവശ്യമില്ല. എക്സോർസിസം അല്ലെങ്കിൽ ഹീലിംഗ് അല്ലെങ്കിൽ ഡെലിവറൻസ് അല്ലെങ്കിൽ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് എന്നൊക്കെ പറയുന്നത് പ്രത്യേകം ശുശ്രൂഷയാണ്. പരിപൂർണമായിട്ടും പൈശാചിക പീഡയിൽ പെട്ടുപോയ, സ്വന്തമായ ബുദ്ധി, ചിന്ത, ആലോചന ഒക്കെ വെച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കാതെ പോകുന്ന ആളുകൾക്കാണ് ഒരു എക്സോർസിസത്തിന്റെ ആവശ്യം തന്നെ വരുന്നുള്ളൂ. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ തെറ്റായ അറിവിൽ നിന്നൊരു മോചനം, സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി സഹായകരമായിരിക്കും. കത്തോലിക്ക സഭയിലെ അംഗങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്.
മറ്റ് സഭകളിൽപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ പെന്തക്കോസ്ത സഭാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവരുടേതായ ശുശ്രൂഷ ശൈലികളുണ്ട്. അത് കത്തോലിക്ക സഭയിൽ അനുകരിക്കപ്പെടുന്ന ശൈലി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും ദൈവം നിങ്ങളുടെ മേലെല്ലാവരുടെയും മേലും കരുണയും കൃപയുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനം നിങ്ങളിൽ ക്രിയ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ചിന്തയിലും ബുദ്ധിയിലും മനസ്സിലും ഇന്ന് കേട്ട തിരുവചനം ആഴത്തിൽ പതിയട്ടെ. അത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും ദൈവവചനത്തിന് ശക്തി പ്രചരിക്കുന്നതിനും ഇടയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമീൻ.